ഗെയ്സ് നമസ്കാരം, എല്ലാവർക്കും സന്തോഷ് വ്ളോഗിലേക്ക് സ്വാഗതം. ഗെയ്സ് നമ്മളൊരു കുട്ടിക്കൊമ്പനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. അതാ വരുന്നു ബത്തേരി ഡിപ്പോയിൻ്റെ കണ്ണൂരിൽ നിന്ന് സുൽത്താൻ ബത്തേരിയിലേക്കുള്ള വണ്ടിയാണ് കേട്ടോ. ബത്തേരി ഡിപ്പോയിൻ്റെ വണ്ടിയാണ് ഇത്. രാത്രി ജംഗിൾ സർവീസിന് ഉപയോഗിക്കുന്ന കേട്ടോ. നമ്മൾ മഴ കാരണം ഇവിടെ ഒതുക്കിയിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഇത് വയനാട് ചുരമാണ് കേട്ടോ. നമ്മുടെ നെടുമ്പോയിൽ നിന്ന് മാനന്തവാടിയിലേക്കുള്ള ചുരത്തിൽ നമ്മൾ ഈ ബസ്സിനെ കാത്തു നിന്നാണ്. അപ്പോൾ മഴയത്ത് എനിക്ക് പെട്ടെന്ന് എടുത്ത് പോകാൻ കഴിഞ്ഞില്ല കേട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇറങ്ങി. അന്നത്തേനും 2 പിക്കപ്പുകൾ വന്നു കേട്ടോ. 2 പിക്കപ്പുകൾ എൻ്റെ മുന്നിൽ കുടുങ്ങി. പച്ചക്കറി വണ്ടികളാണ്. വയനാട്ടിൽ നിന്ന് പച്ചക്കറി ഇറക്കിയിട്ട് തിരിച്ചു പോകുന്ന വണ്ടികളാണ് കേട്ടോ. മാനന്തവാടിയിൽ നിന്ന് വന്ന് കണ്ണൂർ പച്ചക്കറി ഇറക്കിയിട്ട് പോകുന്ന വണ്ടികളാണ്. അപ്പം നമ്മളും അതിൻ്റെ പുറകെ പിടിച്ചു കേട്ടോ. അപ്പോൾ നമുക്കിനി ഏതെങ്കിലും സ്ട്രെയിറ്റായ സ്ഥലത്തുനിന്ന് മാത്രമേ നമുക്ക് ആ പിക്കപ്പ് പാസ് ചെയ്തതിന് ശേഷം മാത്രമേ ഈ KSRTCൻ്റെ അടുത്തേക്ക് എത്താൻ കഴിയുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ തന്നെ അവിടെ എത്തും കേട്ടോ. നല്ല മഴ പെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ആവറേജ് സ്പീഡിൽ കൂടുതൽ പോകത്തില്ലോ. നമ്മുടെ ഒരു സ്കൂട്ടി അല്ലേ, അപ്പോൾ നമുക്കൊരു പരിധിക്കുള്ളിൽ സ്പീഡിൽ പോകാൻ കഴിയില്ല. വണ്ടി സ്കിഡാകാനുള്ള ചാൻസ് ഉണ്ട്. മറ്റുള്ള 4 വീലുള്ള വാഹനം തന്നെ പുതുമഴയല്ലേ, ആദ്യമായിട്ട് ഈ വർഷത്തെ വേനൽക്കാലം സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ആദ്യത്തെ മഴയാണ് കേട്ടോ. റോഡെല്ലാം നല്ലോണം നനഞ്ഞു. ഞാനും നനഞ്ഞിട്ടുണ്ട് കേട്ടോ ഗൈസ്. പക്ഷേങ്കിൽ എൻ്റെ ക്യാമറയെല്ലാം കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട്. അപ്പോൾ നിങ്ങൾ അത് എൻ്റെ മഴയത്ത് സംഭവിച്ചതാണ്. അപ്പോൾ എനിക്കത് ക്ലാരിറ്റി പൂർണ്ണമായിട്ട് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ നമ്മൾ ഏകദേശം അവരുടെ അടുത്തെത്തി. പക്ഷെ നമുക്ക് ആ വണ്ടിയിലേക്ക് എത്തണമെങ്കിൽ ജസ്റ്റ് മിനിറ്റ്, നമ്മളിപ്പം വണ്ടിയിലേക്ക് എത്തും. ഈ വളവ് കഴിഞ്ഞ അവിടെ ഒരു സ്ട്രെയിറ്റ് റോഡ് വരും കേട്ടോ. സ്ട്രെയിറ്റ് റോഡ് വരുമ്പോൾ പിക്കപ്പ് രണ്ടും കയറി പോകുന്ന എൻ്റെ വിചാരം. അങ്ങനെ കയറി പോകേണ്ടതാണ്. ഇത് ഈ വളവ് കഴിയുമ്പം പിക്കപ്പുകൾ കയറി പോകും കേട്ടോ. ആ വളവിൽ നിന്ന് പിക്കപ്പുകളെല്ലാം കയറാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ KSRTC ബസ്സിനോട് കുറച്ചും കൂടെ അടുപ്പിച്ച് നോക്കും കേട്ടോ. അപ്പോൾ നിങ്ങളോട് ഞാൻ മറ്റു വിശേഷം പറഞ്ഞുതരാം. അപ്പോൾ ഇത് ബത്തേരി ഡിപ്പോയിൻ്റെ വണ്ടിയാണ്. രാവിലെ കണ്ണൂർ പോയിട്ട് വൈകുന്നേരം മടങ്ങുന്ന സമയമാണ്. ഇപ്പോൾ ഏകദേശം ഒരു ചുരം കയറുന്ന സമയം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏകദേശം ഒരു 5 മണി ആ റേഞ്ചിലായി. അപ്പോൾ ഇത് ഏകദേശം ഒരു 5:45, 6:30, 7:30 ആകുമ്പോഴത്തേനും 8 മണിക്കുള്ളിൽ സുൽത്താൻ ബത്തേരി എത്തും കേട്ടോ. 8 മണിക്കുള്ളിൽ സുൽത്താൻ ബത്തേരി എത്തും. രാവിലെ അതേപോലെ തന്നെ രാവിലെ ഒരു 8 മണിക്ക് ബസ് പുറപ്പെടുന്നുണ്ട്. സുൽത്താൻ ബത്തേരിയിൽ നിന്ന് ഏകദേശം ഒരു 8 മണിക്ക് പുറപ്പെടുന്നുണ്ട്. ഒരു എന്താ പറയുക, ഒരു വളവ് തിരിയുന്നുണ്ടോ, അടിപൊളിയായിട്ട്, നല്ല അടിപൊളിയായിട്ട് വളവ് തിരിയുന്ന ഒറ്റയടിക്ക് തിരിഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. ചെറിയൊരു പമ്മലൊക്കെ പമ്മി നമ്മൾ റിവേഴ്സ് എടുക്കുമെന്ന് വിചാരിച്ച് ഒന്ന് അയച്ചവിടെ നിർത്തി കേട്ടോ. അങ്ങനെ നമ്മൾ വീണ്ടും ബസ്സിനെ ഫോളോ ചെയ്യാൻ തുടങ്ങി കേട്ടോ. നമ്മൾ മാക്സിമം അടുപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കളർ എന്നാന്ന് വെച്ചാൽ, ഇതിൻ്റെ കളർ അടിച്ചേക്കുന്നത് പിന്നെ ജംഗിൾ സഫാരിക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്ന വണ്ടിയായിരുന്നു ബത്തേരി. ബത്തേരീൻ്റെ തൊട്ടടുത്ത വനപ്രദേശങ്ങളിലൂടെ ഒരു ജംഗിൾ സഫാരിക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചതായിരുന്നു. അപ്പോൾ അതിൻ്റെ കോൺടാക്റ്റ് നമ്പറും കാര്യങ്ങളൊക്കെ അതിൻ്റെ ബസ്സിൻ്റെ പുറകിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിലവിൽ കണ്ണൂർത്ത് ബത്തേരിക്ക് ഓടുന്ന ബസ്, ബത്തേരിയിൽ നിന്ന് കണ്ണൂരേക്ക് പോകുന്ന ബസ് എന്തെങ്കിലും ചെറിയ സാങ്കേതിക പ്രശ്നം, തകരാറുകൾ വരുന്ന സമയത്താണ് ഈ പണിതിട്ടേക്കുന്ന ഈ വണ്ടി എടുത്തിട്ട് ഓടുന്നത് കേട്ടോ. KSRTC ആയതുകൊണ്ട് അതിന് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. അപ്പോൾ ലെഫ്റ്റ് സൈഡ് തീവ്ര പിടിച്ച് ഞാൻ ഓടിക്കുകയാണ് കേട്ടോ വണ്ടി. അപ്പോഴും എനിക്കൊരു സംശയമുണ്ട് റിവേഴ്സ് വരുമെന്ന്. അത് കാരണം ഞാൻ ഒന്ന് പമ്മിയാണ് കയറിയത് കേട്ടോ. അപ്പോൾ ബസ്സിൻ്റെ ഫുൾ കവർ കിട്ടാൻ പാകത്തിന് നമ്മൾ കുറച്ചും കൂടെ ലെഫ്റ്റ് ചേർന്ന് ഓടിച്ച്, അപ്പോൾ നമ്മൾ വീണ്ടും ബസ്സിൻ്റെ ഒപ്പം എത്തി. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞില്ല, വീഡിയോയ്ക്ക് ക്ലാരിറ്റി കുറവെന്ന് പറഞ്ഞാൽ ക്യാമറ നനഞ്ഞിട്ടുണ്ടായിരുന്നു. മഴയത്തല്ലേ, ചാറ്റൽ മഴ ഉണ്ടായിരുന്നു കേട്ടോ. വന്നപ്പോഴാണ് നമ്മൾ ഈ പച്ചക്കുട്ടനൊപ്പം സഞ്ചരിക്കുന്നത് കേട്ടോ. നല്ല വൃത്തിയിലാണ് ഡ്രൈവ് ചെയ്യുന്നത് കേട്ടോ. നല്ല വൃത്തിയിൽ, നല്ല ബോഡിയാണ് ഇത്. കൊണ്ടോട്ടി ബോഡി ആ സമയത്ത് ഇറങ്ങിയ സമയത്തുള്ള വണ്ടിയാണ്. വിക്കിങ് എൻ്റെ എഞ്ചിൻ്റെ ആ വിക്കിങ്ങാണ്. KSRTC വിക്കിങ്, ലാലാൻ്റെ വിക്കിങ് എഞ്ചിനാണ് കേട്ടോ. നല്ല സഡൻലി പിക്കപ്പാണ്. അത്യാവശ്യം വണ്ടിയിൽ ആളും ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ നല്ല ഗ്യാപ്പിലൊരു 3/4 മണിക്കൂറിന് ശേഷം വരുന്ന, 3/4 മണിക്കൂർ ഏകദേശം 3/4 മണിക്കൂറിന് ശേഷം വരുന്ന ട്രിപ്പാണ് കേട്ടോ. 3/4 മണിക്കൂർ ഗ്യാപ്പിലാണ് ബസ് വരുന്നത്. ഇതിൻ്റെ പുറകിൽ 2 ബസ് അടുപ്പിച്ചടുപ്പിച്ച് സുൽത്താൻ ബത്തേരിക്ക് പോകുന്ന
താളൂർ പോകുന്ന വാനമ്പാടി വരാനുണ്ട്, ഒരു LS വരാനുണ്ട്. അപ്പോൾ വണ്ടി നേരെ നമ്മൾ ചുരം കയറി തീർന്നു കേട്ടോ. നമ്മൾ വയനാട്ടിലേക്ക് പ്രവേശിച്ചു, കണ്ണൂരിൽ നിന്ന് വയനാട്ടിലേക്ക് പ്രവേശിച്ചു. സുൽത്താൻ ബത്തേരിക്ക് പോകുന്ന ബസ്സാണ്. സുൽത്താൻ ബത്തേരി ലോങ് സർവീസാണ്, ഫാസ്റ്റ് പാസഞ്ചറാണ്. അപ്പോൾ നമ്മൾ ചുരം കയറി തീരാവാൻ പോവുക കേട്ടോ. അപ്പോൾ ഇവിടത്തേക്ക് എത്തുമ്പോൾ എന്താ വെച്ചിട്ട് മഴ കുറഞ്ഞു വന്നു കേട്ടോ. മേളിലേക്ക് എത്തുമ്പോൾ അത് റോട്ടിൽ തുള്ളി വെള്ളമില്ല. അപ്പോൾ താഴേക്ക് മാത്രം മഴ പെയ്തിട്ടുള്ളൂ, ഇങ്ങോട്ട് മഴ പെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വളവ് തിരിച്ചങ്ങ് കയറി ചെന്ന് കഴിഞ്ഞാൽ ബോർഡർ വെച്ചിട്ട് പെയ്ത പോലെയാണ് മഴ പെയ്തേക്കുന്നത് കേട്ടോ. കണ്ണൂർ ജില്ലയിൽ മഴയില്ല, കണ്ണൂർ ജില്ലയിൽ മഴയുണ്ട്, വയനാട്ടിലും മഴയില്ല. അത് നമ്മൾ അങ്ങനെ കയറി എത്തിന് കേട്ടോ. ഓക്കെ, ബൈ.